എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും രുക്മ കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താണ് ഞാൻ ഈ ഒരു തെർമൽ കുക്കറുമായിട്ടിരിക്കുന്നതെന്നായിരിക്കും അല്ലേ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഈ തെർമൽ കുക്കറെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള നിരവധി പ്രയോജനങ്ങളുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ നിങ്ങൾ കാണാതെ പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. എന്തായാലും നമുക്ക് ഈ തെർമൽ കുക്കർ സാധാരണ ഉപയോഗിക്കുന്ന ഇതുപോലെ ചോറ് വെക്കാനാണല്ലേ. അപ്പം നമ്മൾ രാവിലെയൊക്കെ ധൃതി വെച്ച് പോകേണ്ടവർക്ക് തലേ ദിവസം നമ്മൾ അരി അടുപ്പത്തിട്ട് ഇതുപോലെ തിളപ്പിച്ച് നല്ല തിള വന്നതിന് ശേഷം നമ്മൾ ഈ തെർമൽ കുക്കറിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു നല്ല പ്ലേറ്റ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുന്നു. അതിന് ശേഷം നമ്മളിതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് എത്രയാണോ വേവിൻ്റെ അരിയുടെ വേവ് അനുസരിച്ച് നമ്മളിതിനെ വെയിറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. പല അരിക്കും പല വേവായിരിക്കും അല്ലേ. അപ്പം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന അരി ഏകദേശം ഒരു അരമണിക്കൂർ 40 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത അരിയായിരുന്നു. ഇപ്പം ഞാനിത് തുറന്ന് നോക്കി ഒരു 40 മിനിറ്റിന് ശേഷം അപ്പം നന്നായി വെന്തു. ഇനി ഞാനിത് വാർക്കുന്ന ഈ ഒരു വിധത്തിലാണ്. രണ്ട് സൈഡിലും ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ടാണ്. ആദ്യം ഞാൻ ഒരു ക്ലിപ്പിട്ട് ഈ വെള്ളം ആദ്യം അങ്ങ് ഊറ്റി കളയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം 2 ക്ലിപ്പ് ഇട്ട് ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ താല്പര്യം അതുപോലെ ചെയ്യുക. ഇനി അടുത്ത ഒരു ടിപ്പ് കാണിക്കാൻ പോകുന്ന ഈ തെർമൽ കുക്കർ വെച്ച് നമുക്ക് അടുത്ത ഒരു നല്ലൊരു പ്രയോജനമാണ്. നമുക്ക് ചായയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പലരും പല സമയത്താണല്ലോ കുടിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വീണ്ടും ചൂടാക്കി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതുപോലെ ഗ്ലാസ്സിലൊഴിച്ച ശേഷം നമുക്ക് ഈ തെർമൽ കുക്കറിലോട്ട് വെച്ച് കൊടുത്ത് ഒരു പ്ലേറ്റ് കൊണ്ട് അടയ്ക്കാം, അടയ്ക്കാതിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പം വെറുതെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അധിക സമയം ഇത് ഞാൻ അടച്ചു വെക്കാത്തതുകൊണ്ട് ചൂടായിരിക്കത്തില്ല. എങ്കിലും ഏകദേശം 1 മണിക്കൂർ ഇത് ചൂടായിരിക്കും. അതിന് ശേഷം ഇതെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇഡലിക്കൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയ ശേഷം അത് കുറച്ച് മിച്ചം വന്നു. അത് ചൂടാറാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഈ തെർമൽ കുക്കറിലോട്ട് വെക്കുകയാണ്. ഇതുപോലെ ഒരു പ്ലേറ്റും വെച്ച് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഉച്ച സമയം വരെ നന്നായിട്ട് ചൂടായി ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം ഞാൻ കുറച്ച് ചൂട് ചായയും കുറച്ച് കുട്ടിക്കുള്ളൊരു പാലുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ടും ഒരേ സമയം തന്നെ നമുക്ക് ഈ തെർമൽ കുക്കറിലോട്ട് വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് വയ്ക്കാം. ഇതുപോലെ ഏത് സാധനം വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അടച്ചു വെച്ച് ഇതുപോലെ നല്ല ദീർഘസമയം വരെ ഇങ്ങനെ കേടുകൂടാതെയും ചൂടാറാതെയും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഇനിയുണ്ട് ഇതിൻ്റെ പ്രയോജനങ്ങളൊക്കെ. ഞാൻ നേരത്തെ പാലെടുത്ത് കുട്ടിക്ക് കൊടുത്തിരുന്നു. ഇനിയിപ്പം ചായ അതുപോലെ തന്നെ ചൂടാറാതെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പം നമ്മൾ നിലക്കടലയൊക്കെ നമ്മൾ കറിക്കടലയൊക്കെ രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടുമല്ലോ. അപ്പോൾ ഇനിയും നമുക്കത് പെട്ടെന്ന് ഒരൊറ്റ വിസിലൊക്കെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. അത് നമുക്ക് ഈ തെർമൽ കുക്കറിലോട്ട് എടുത്ത് വെക്കുകയാണ്. രാവിലെ ഇത് നന്നായിട്ട് വെന്ത രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഇത് വെച്ചു. ഒരു പ്ലേറ്റ് വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തെർമൽ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനമുള്ള നല്ല ടിപ്സൊക്കെയാണ്. എല്ലാവരും ഒന്ന് കാണണം. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ ഇതൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകൾക്കും നല്ല നല്ല വീഡിയോകൾക്കും ഒക്കെ നിങ്ങൾ രുക്മ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാനിപ്പം രാവിലെ ഈ കുക്കർ തുറക്കുവാണേ. ഇതിന് ചൂടൊക്കെ ഏകദേശം ആറിയിട്ടുണ്ട്. ഒത്തിരി ചൂടൊന്നുമില്ല. പക്ഷേ അത് കടല നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായി വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്കിത് നേരെ പ്രഷർ കുക്കറിലോട്ട് തന്നെ മാറ്റാം. അപ്പോൾ കടല നന്നായിട്ട് വേവ് പകുതിയോളം അത് നടന്നു കഴിഞ്ഞു. ആ റൈസ് കുക്കറിനകത്ത് നമ്മൾ വെച്ചപ്പോൾ തന്നെ, തെർമൽ കുക്കറിൽ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ വേവ് നടന്നിട്ടുണ്ട്. ഇനി പക്ഷെ നമുക്കൊന്നും കൂടെ ഒന്ന് വെന്തെടുക്കണം. കടലയാണല്ലോ. അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് മാറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണേ. അതുപോലെ നമുക്ക് തലേദിവസം അരച്ച് വെക്കുന്ന, അല്ലെങ്കിൽ രാവിലെയൊക്കെ അപ്പത്തിന് മാവ് അരയ്ക്കാറുണ്ടല്ലോ, ആ സമയത്ത് അത് രാവിലെ നമ്മൾ എണീറ്റ് അരച്ചതിന് ശേഷം ഇതുപോലെ തെർമൽ കുക്കറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം.
അപ്പോൾ എത്ര ടിപ്സാണ് നമുക്ക് ഈ ഒരു തെർമൽ കുക്കർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടോ. സാധാരണ നമ്മൾ ചോറ് മാത്രമല്ലേ വെക്കുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇത് രാവിലെ അരച്ച് വെച്ച മാവാണ്. അപ്പത്തിന് അരച്ച ഉടനെ തന്നെ ഇതിനകത്തോട്ട് വെക്കുകയാണ്. ഇപ്പം നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ശകലം ചൂട് കാണുമല്ലോ മാവിന്. അപ്പം ആ ഒരു ഇളം ചൂടുണ്ടാവും. അത് ഞാൻ അടച്ചു വെച്ചു. റൈസ് കുക്കറിലോട്ട് തന്നെ വെച്ചിട്ട് അത് അടച്ചു. ഇനി നമുക്ക് കുറേ സമയം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൊങ്ങി വന്നു. ഞാൻ അന്നേരം വീഡിയോ എടുത്തില്ല, സ്വല്പം കഴിഞ്ഞാണ് നന്നായിട്ട് പൊളിച്ച് നല്ലൊരു പാകത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ തെർമൽ കുക്കർ കൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ടിപ്സൊക്കെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കുവാനും കറണ്ട് ബില്ല് കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് ഈ ഒരു തെർമൽ കുക്കർ കൊണ്ട് പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.